പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് കോളേജിൽ സിറ്റിംഗ് നടത്തുമെന്നറിയുന്നു. CBI സംഘം ഹോസ്റ്റലിലെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയെന്നുള്ള വാർത്തയുണ്ട്. നാളെ സിദ്ധാർത്ഥൻ്റെ ബന്ധുക്കളുടെ മൊഴിയും CBI എടുക്കും. സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വാർത്തകൾ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഇതിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. ഇന്ന് സംഘം പൂക്കോട് സർവകലാശാലയിൽ എത്തും. 5 ദിവസം ഈ സംഘം ഉണ്ടാകും. മനുഷ്യാവകാശ കമ്മീഷൻ വിശദമായ മൊഴി രേഖപ്പെടുത്തും. അധ്യാപകർ, അനധ്യാപകർ, ഒപ്പം തന്നെ മെസ് ജീവനക്കാർ, ഹോസ്റ്റൽ ജീവനക്കാർ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി ഇത് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ശ്രമമാണ് മനുഷ്യാവകാശ കമ്മീഷൻ നടത്തുന്നത്. അതോടൊപ്പം തന്നെ CBIയുടെ അന്വേഷണം സമാന്തരമായി തുടരുകയാണ്. ഇന്നലെയാണ് CBI സംഘം ഹോസ്റ്റലിലേക്ക് എത്തുകയും അവിടെ സിദ്ധാർത്ഥനെ ടോർച്ചറിങ്ങിന് വിധേയമാക്കിയ ആ മുറികളും ഒപ്പം തന്നെ അതിൻ്റെ നടുത്തളവും ഒപ്പം തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഡോർമെട്രിയിലെ കുളിമുറിയും സന്ദർശിച്ചത്. ആ മേഖലയിലെല്ലാം തന്നെ പ്രാഥമിക പരിശോധനയെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇതിൻ്റെ FIR നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതിൽ പ്രതികളുടെ എണ്ണം നിലവിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രകാരം 20ആണ്. ആ 20-ൽ നിന്ന് 21-ലേറെ പ്രതികൾ ഉണ്ടാകുമെന്നുള്ള സൂചന നൽകുന്നതാണ് ഈ FIR. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തെ നയിക്കുന്നത് CBIയുടെ ഇൻസ്പെക്ടറായിട്ടുള്ള സത്യപാൽ യാദവാണ്. ഈ കേസ് ഡൽഹിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മേൽനോട്ട ചുമതല CBIയുടെ SP അരവിന്ദ് കുമാർ ഉപാധ്യായ എന്ന SP-ക്കാണ് ഇതിന്റെ ചുമതല എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. നാളെ തന്നെ മൊഴിയെടുക്കൽ ആരംഭിക്കാനുള്ള നീക്കമാണ് CBI സംഘം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടം എന്നുള്ള നിലയിൽ സിദ്ധാർത്ഥന്റെ പിതാവിനോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമാകും പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. മാത്രമല്ല അധ്യാപകരുടെ ഉൾപ്പെടെ മൊഴികൾ രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ജീവനക്കാരുടെ ഉൾപ്പെടെ നോട്ടീസ് നൽകി ഹാജരാകാനുള്ള നിർദ്ദേശം നൽകും. CBIയുടെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുന്നത് വൈത്തിരി റെസ്റ്റ് ഹൗസ് ആണ്. എന്തായാലും നടപടിക്രമങ്ങളിലേക്ക് CBI കടക്കുന്നു. SKN. താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.